നമസ്തേ, ബേബിമാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ശൈവ ആരാധനകളുടെ പഴക്കം എത്രയാണെന്ന് പറയാനാവില്ല. 5000 വർഷം പഴക്കമുള്ള സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹാരപ്പ, മോഹൻജദാരോ ഇവിടങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത ഫലകങ്ങളിൽ പശുപതിനാഥ രൂപത്തിലുള്ള പത്മാസനത്തിലിരിക്കുന്ന ശിവന്റെ ചിത്രമുണ്ട്. ശിവക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലുള്ളതാണ്. എല്ലാ ശിവലിംഗങ്ങൾക്കും ദീർഘവൃത്താകൃതി ആയിരിക്കണമെന്നില്ല. പ്രത്യേകിച്ചും സ്വയംഭൂ ലിംഗങ്ങൾക്ക് നിയതമായ ഒരു ആകൃതി ഉണ്ടാവണമെന്നും ഇല്ല. ശിവം ലിംഗ്യതേ എന്നാണ് ശിവലിംഗത്തിൻ്റെ അർത്ഥം. ശിവം എന്നാൽ മംഗളം, സുഖം, സൗഭാഗ്യം എന്നൊക്കെ അർത്ഥം പറയാം. ലിംഗം എന്നാൽ അടയാളം, പ്രതീകം എന്നൊക്കെ അർത്ഥം വരും. അതായത് സൗഭാഗ്യം പ്രദാനം ചെയ്യുന്ന ഊർജത്തിൻ്റെ പ്രതീകമെന്ന് ശിവലിംഗത്തെ വിശേഷിപ്പിക്കാം. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലുള്ള തർക്കം തീർക്കാനായി ശിവഭഗവാൻ ആദിയും അന്തവും കണ്ടെത്താനാകാത്ത അഗ്നിസ്തംഭത്തിൻ്റെ രൂപത്തിലുള്ള ജ്യോതിർലിംഗമായി അവതരിച്ചു എന്ന് ഐതിഹ്യമുണ്ട്. അഗ്നി ഒരേ സമയം സംസ്കാരങ്ങളുടെ സ്രഷ്ടാവും സംഹാരത്തിൻ്റെ അധിപനുമാണെന്ന് ഓർക്കണം. ഭാരതത്തിലുള്ള ശിവലിംഗങ്ങളിൽ ഏറ്റവും പവിത്രവും ശക്തിയുള്ളതുമായി കണക്കാക്കപ്പെടുന്നത് 12 എണ്ണമാണ്. ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ദ്വാദശം എന്നാൽ 12 എന്നർത്ഥം. ഈ 12 ജ്യോതിർലിംഗങ്ങൾ പ്രതിഷ്ഠയായുള്ള ക്ഷേത്രങ്ങൾ അതിപുരാതന കാലത്ത് തൊട്ടേ തീർത്ഥാടന കേന്ദ്രങ്ങളായിരുന്നു. ആദി ശങ്കരാചാര്യർ രചിച്ച ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രത്തിൽ ഈ 12 ജ്യോതിർലിംഗങ്ങളെ സ്തുതിക്കുന്നു. ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രത്തിൽ ഏത് ക്രമത്തിലാണോ പറഞ്ഞിട്ടുള്ളത് അതേ ക്രമത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നത്. അതിലൊന്നാമത്തേത് സോമനാഥ ക്ഷേത്രം. സ്തോത്രം തുടങ്ങുന്നത് സോമനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗത്തെ സ്തുതിച്ചുകൊണ്ടാണ്. സൗരാഷ്ട്ര ദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന സോമനാഥനെ ഞാൻ ശരണമടയുന്നു എന്നാണ് ശങ്കരാചാര്യർ അവിടെ പറയുന്നത്. സൗരാഷ്ട്രദേശം ഇപ്പോൾ ഗുജറാത്താണ്. ഗുജറാത്തിലെ ജുനഗട്ടിലാണ് ഈ ക്ഷേത്രം. മഹാഭാരതത്തിൽ പ്രഭാസപട്ടണം എന്ന് വർണ്ണിച്ചിട്ടുള്ള നഗരം ഇത് തന്നെയാണ്. വിദേശ ആക്രമണങ്ങളിൽ 16 തവണ തകർക്കപ്പെട്ടിട്ടും വീണ്ടും പുനർനിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത്. 1026 മുഹമ്മദ് ഗസ്നി മുതൽ 1706 ഔറംഗസേബ് വരെ ഈ ക്ഷേത്രം ആക്രമിച്ച് തകർത്തിട്ടുണ്ട്. കുമാരപാലൻ, മഹീപാലൻ തുടങ്ങിയ രാജാക്കന്മാർ ഇത് പുനർനിർമ്മിച്ചിട്ടും ഉണ്ട്. ഇപ്പോഴത്തെ ക്ഷേത്രം 1950 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നവീകരിച്ചതാണ്. ഇവിടേക്കെത്താൻ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ വെരാവൽ ആണ്. വിമാനത്താവളം 100 കിലോമീറ്റർ ദൂരെയുള്ള പോർബന്ദർ, ഡിയു എന്നിവയാണ്. ഇനി രണ്ടാമത്തേത് മല്ലികാർജുന ക്ഷേത്രം. ആന്ധ്രാപ്രദേശിലെ കർണാലിനടുത്ത് ശ്രീശൈലത്തിലാണ് മല്ലികാർജുന പ്രതിഷ്ഠയുള്ള ഈ ജ്യോതിർലിംഗ ക്ഷേത്രം. മല്ലയ്യ എന്നാണ് ഭക്തി പുരസ്സരം ഭക്തർ ഭഗവാനെ വിളിക്കുന്നത്. ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ച് മുരുക ഭഗവാൻ ക്രൗഞ്ച പർവ്വതത്തിൽ പോയി തപസ് ചെയ്യാൻ ആരംഭിച്ചപ്പോൾ മാതാപിതാക്കളായ ശിവഭഗവാനും പാർവതീദേവിയും അടുത്തുള്ള ശ്രീശൈല പർവ്വതത്തിൽ എത്തി അവിടെ താമസിച്ചു എന്നാണ് ഐതിഹ്യം. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പാർവതീദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഭ്രമരാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്നു. 18 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഇത്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മർക്കാപൂർ, അടുത്തുള്ള വിമാനത്താവളം കർണാൽ നഗരത്തിലാണ്. മഹാകാല ക്ഷേത്രം. അകാല മൃത്യുവിൽ നിന്ന് രക്ഷിക്കുന്ന ശക്തിയായി ഭഗവാനെ സ്തുതിക്കുന്ന ജ്യോതിർലിംഗം ഇരിക്കുന്ന മഹാകാല ക്ഷേത്രം മധ്യപ്രദേശിലെ ഉജ്ജയിനി നഗരത്തിലാണ്. കുംഭമേള നടക്കുന്ന 4 സ്ഥലങ്ങളിൽ ഒന്നാണല്ലോ ഉജ്ജയിനി. പുരാണങ്ങളിൽ ഈ നഗരം അവന്തിക എന്ന പേരിൽ അറിയപ്പെടുന്നു. കുംഭമേള സ്നാനം നടക്കുന്ന ക്ഷിപ്ര നദിയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തു തന്നെ അവന്തികാദേവി എന്ന പേരിൽ പാർവതീദേവിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട്. 18 ശക്തിപീഠങ്ങളിൽ ഒന്നായി അവന്തികാദേവി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രം 5 നിലകളിലായിട്ടാണ്. അതിൽ ഒരു നില ഭൂമിക്കടിയിലാണ്. 3-ാം നിലയിലുള്ള നാഗചന്ദ്രേശ്വര രൂപത്തിലുള്ള വിഗ്രഹത്തിൻ്റെ ദർശനം നാഗപഞ്ചമിക്ക് മാത്രമാണ്. 4-ാമത്തേത് ഓങ്കാരേശ്വര ക്ഷേത്രം. ഓങ്കാരേശ്വരന് മാമലേശ്വരൻ എന്ന പേരും ഉണ്ട്. ഈ ക്ഷേത്രം മധ്യപ്രദേശിലെ ഖണ്ഡ്യ എന്ന സ്ഥലത്താണ്. നർമ്മദാ നദീതീരത്ത് മാന്ധാത എന്ന ദ്വീപിലെ ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.
ഈ ദ്വീപിൻ്റെ ആകൃതി ഓം രൂപത്തിലായതിനാലാണ് ഓങ്കാരേശ്വർ എന്ന് അറിയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ദ്വീപിലേക്ക് ബോട്ട് സൗകര്യമുണ്ട്. മാന്ധാത ദ്വീപിന് ശിവപുരി ദ്വീപ് എന്നും പേരുണ്ട്. വിന്ധ്യൻ പാപമോചനാർത്ഥം ശിവഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് ഇത് എന്നാണ് ഐതിഹ്യം. ശ്രീരാമന്റെ തലമുറയിൽപ്പെട്ട വംശത്തിലെ മാന്ധാതാവ് എന്ന രാജാവ് മക്കളായ അംബരീഷനും മുചുകുന്ദനും തപസ് ചെയ്ത സ്ഥലമാണെന്നും പറയപ്പെടുന്നു. ആദിശങ്കരാചാര്യരുടെ ഗുരുവായ ഗോവിന്ദ ഭഗവത് പാദർ തപസ് ചെയ്ത ഗുഹ ഇവിടെ അടുത്താണ്. മുഹമ്മദ് ഗസ്നിയിൽ തുടങ്ങി അനേകം തവണ വൈദേശിക അക്രമികളാൽ തകർക്കപ്പെട്ട ക്ഷേത്രം അഹല്യാബായി ഹോൾക്കർ എന്ന രാജ്ഞി പുനർനിർമ്മിച്ചു. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഖാണ്ഡ്വ ജംഗ്ഷനും അംബേദ്കർ നഗർ റെയിൽവേ സ്റ്റേഷനും. അതുപോലെ എയർപോർട്ട് ഇൻഡോറിലെ അഹല്യാബായ് ഹോൾക്കർ. അഞ്ചാമത്തേത് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം. ജാർഖണ്ഡിലെ ദേവ്ഘർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. ബാബ ബൈദ്യനാഥ് ധാം എന്നുകൂടി ഈ ക്ഷേത്രത്തിന് പേരുണ്ട്. പുരി ക്ഷേത്രത്തിൻ്റെ മാതൃകയിലുള്ള 21 ചെറിയ ക്ഷേത്രങ്ങൾ ഇതിനോടുകൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ശിവലിംഗം കിട്ടാൻ ശിവഭഗവാനെ തപസ് ചെയ്ത രാവണന് ശിവഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയതാണത്രേ ഈ വിശേഷപ്പെട്ട ജ്യോതിർലിംഗം. പക്ഷേ സന്ധ്യാവന്ദന സമയത്ത് രാവണൻ കയ്യിൽ നിന്നും ഇത് താഴെ വെച്ച സമയത്ത് ഇപ്പോഴുള്ള സ്ഥലത്ത് ഉറച്ചുപോയി എന്നാണ് ഐതിഹ്യം. മത്സ്യപുരാണത്തിൽ ആരോഗ്യ വൈദ്യനാഥര് എന്ന പേരിൽ ഈ ക്ഷേത്രത്തെ വർണ്ണിക്കുന്നുണ്ട്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ്, അതായത് ശ്രാവണ മാസത്തിലാണ് പ്രധാന ഉത്സവം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ദേവ്ഘർ, അതുപോലെ അടുത്തുള്ള എയർപോർട്ട് ദേവ്ഘർ വിമാനത്താവളം. ആറാമത്തേത് ഭീമാശങ്കർ ക്ഷേത്രം. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് 120 കിലോമീറ്റർ ദൂരെയുള്ള ഭീമാശങ്കർ വനപ്രദേശത്താണ് ഈ ജ്യോതിർലിംഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തു തന്നെ ഭീമാ നദി ഒഴുകുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് വരം വാങ്ങി ഇന്ദ്രനെ കീഴടക്കിയ ത്രിപുരാസുരനെ വധിക്കാൻ ശിവഭഗവാൻ ഭീമാശങ്കർ രൂപത്തിൽ അവതരിച്ചുവെന്ന് പുരാണങ്ങൾ പറയുന്നു. ശിവന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ശാകിനി, ഡാകിനി എന്നിവർക്കും ക്ഷേത്രത്തിനടുത്ത് പ്രതിഷ്ഠകളുണ്ട്. പാർവതീദേവിയുടെ കമലജമാതാ രൂപത്തിൽ ദർശനം ഇവിടെ ഉണ്ട്. കൗശിക മുനി തപസ് ചെയ്ത സ്ഥലമാണ് ഇതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പൂനെ, ഏറ്റവും അടുത്തുള്ള എയർപോർട്ടും പൂനെയിലാണ്. ഏഴാമത്തെ ജ്യോതിർലിംഗ ക്ഷേത്രം തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. രാമനാഥസ്വാമി ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മാന്നാർ ഉൾക്കടലിനോട് ചേർന്നുള്ള ഒരു ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലം പാമ്പൻ പാലം എന്ന പേരിൽ പ്രസിദ്ധമാണ്. അതിശയകരമായ പുരാവാസ്തുവിദ്യയുടെ പ്രതീകമായ ക്ഷേത്രത്തിലെ ഇടനാഴി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയതാണ്. രാവണവധത്തിനു ശേഷം ശ്രീരാമചന്ദ്രൻ രാമേശ്വരത്തൊരു ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചുവെന്നും ഹിമാലയത്തിൽ നിന്ന് പ്രതിഷ്ഠിക്കാനുള്ള ശിവലിംഗവുമായി വരുന്ന ഹനുമാന് മുഹൂർത്ത സമയത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞില്ലെന്നും ഐതിഹ്യത്തിൽ പറയുന്നു. തുടർന്ന് ശ്രീരാമനും സീതാദേവിയും കൂടി വേറെ ഒരു ശിവലിംഗം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തിയെന്നും അതിനുശേഷം എത്തിച്ചേർന്ന ഹനുമാൻ ദുഃഖിതനായപ്പോൾ രണ്ടാമത്തെ ശിവലിംഗവും പ്രതിഷ്ഠിച്ചുവെന്നും പറയപ്പെടുന്നു. അതിനാൽ ശ്രീകോവിലിൽ 2 ശിവലിംഗങ്ങൾ ഉണ്ട്. ക്ഷേത്രത്തിനുള്ളിലെ 22 തീർത്ഥങ്ങളിലെ സ്നാനവും സ്ഫടികലിംഗ ദർശനവും ഇവിടുത്തെ പ്രത്യേകതയാണ്. മാലിക് കാഫർ 1311 ഈ ക്ഷേത്രം കൊള്ളയടിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. ഇവിടേക്കെത്താൻ ഏറ്റവും അടുത്ത് രാമേശ്വരത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട്. 170 കിലോമീറ്റർ ദൂരമുള്ള മധുരയിലാണ് വിമാനത്താവളം. ജ്യോതിർലിംഗ ക്ഷേത്രത്തിൽ 8ാമത്തേത് ഗുജറാത്തിലെ ദ്വാരകയിലുള്ള നാഗേശ്വർ ക്ഷേത്രമാണെന്ന് കരുതിപ്പോരുന്നു. ഈ ക്ഷേത്രത്തെപ്പറ്റി ശിവപുരാണത്തിൽ പറയുന്നുണ്ട്. ദാരുക വനത്തിലുള്ള ക്ഷേത്രമെന്നാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഇത് തെറ്റി ദ്വാരകയാക്കിയതാണെന്നും അതിനാൽ ശരിയായ നാഗേശ്വര ക്ഷേത്രം ഇതല്ലെന്നും വാദമുണ്ട്. അൽമോറയിലെ ജാഗേശ്വർ ക്ഷേത്രമാണ് യഥാർത്ഥ ജ്യോതിർലിംഗ ക്ഷേത്രം എന്നും ദേവദാരു വൃക്ഷങ്ങൾ നിറഞ്ഞ വനമാണ് ദാരുവനം എന്നും പലരും വിശ്വസിക്കുന്നുണ്ട്. 12 ജ്യോതിർലിംഗ സ്തോത്രത്തിൽ ശങ്കരാചാര്യർ യാമേ സദംഗെ എന്ന് വർണ്ണിച്ചിട്ടുള്ളതിനാൽ ഭാരതത്തിൻ്റെ തെക്കുഭാഗത്തുള്ള സദംഗം എന്ന നഗരത്തിലാണ് ഈ ക്ഷേത്രമെന്ന് ചിലർ വാദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള ഔന്ത് എന്ന സ്ഥലത്തെ അതിപുരാതനമായ ശ്രീ നാഗനാഥ ക്ഷേത്രമാണ് ശരിയായ നാഗനാഥ ക്ഷേത്രമെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.
ദ്വാരകയിലെ നാഗേശ്വര ക്ഷേത്രം ശിവൻ സുപ്രിയ എന്ന ഭക്തയെ ദാരുകയിൽ നിന്ന് രക്ഷിക്കാനായി നാഗേശ്വരനായി അവതരിച്ച സ്ഥലമാണെന്നാണ് ഐതിഹ്യം. ഔന്ദിലെ നാഗനാഥ ക്ഷേത്രം പാണ്ഡവന്മാരുടെ കാലത്തോളം പഴക്കമുണ്ടെന്നാണ് ഐതിഹ്യം. ഇതിന് 7 നിലകളുണ്ടായിരുന്നുവെന്നും ഔറംഗസീബ് തകർത്തുവെന്നും പറയപ്പെടുന്നു. ഔന്ദ് നാഗനാഥ ക്ഷേത്രത്തിലേക്ക് എത്താൻ അടുത്തുള്ള വിമാനത്താവളം നാൻഡേഡിലാണ്. അടുത്തുള്ള വലിയ റെയിൽവേ സ്റ്റേഷൻ ഹിങ്കോളി ജംഗ്ഷൻ. ദ്വാരകയിലെ നാഗേശ്വർ ക്ഷേത്രത്തിലേക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ദ്വാരകയും ഓഖയും. എയർപോർട്ട് ജാംനഗറിലാണ്. 9ാമത്തേത് കാശി വിശ്വനാഥ ക്ഷേത്രം. ഏറെ പ്രസിദ്ധമായതിനാൽ അതിനെപ്പറ്റി എല്ലാവർക്കും അറിവുണ്ടായിരിക്കും. UPയിലെ വാരണാസിയിൽ ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്നു. മുഹമ്മദ് ഗോറി തുടങ്ങി ഔറംഗസീബ് വരെ സങ്കുചിത മനസ്കരായ പല രാജാക്കന്മാരും ഈ ക്ഷേത്രത്തെ പലതവണ തകർത്തിട്ടുണ്ട്. അഹല്യാബായ് ഹോൾക്കർ 1780 പുനർനിർമ്മിച്ചു. സ്കന്ദപുരാണത്തിലും ബ്രഹ്മവൈവർണ പുരാണത്തിലും കാശി രഹസ്യം എന്ന പേരിൽ ഈ ക്ഷേത്രത്തിൻ്റെ വർണ്ണനയുണ്ട്. പുരാതന കാലത്ത് ഈ ക്ഷേത്രത്തിൻ്റെ പേര് മോക്ഷലക്ഷ്മി വിലാസ് ക്ഷേത്രം എന്നായിരുന്നു. 22 കിലോമീറ്റർ ദൂരെ ലാൽ ബഹദൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. അടുത്ത് തന്നെ കാശി റെയിൽവേ സ്റ്റേഷനും ഉള്ളതിനാൽ റെയിൽവേ മാർഗവും എത്തിച്ചേരാം. ജ്യോതിർലിംഗങ്ങളിൽ 10ാമത്തേത് ത്രംബകേശ്വര ക്ഷേത്രമാണ്. ഇത് മഹാരാഷ്ട്രയിൽ നാസിക്കിനടുത്ത് ത്രംബക് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. പവിത്രമായ ഗോദാവരി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത ഇതിന് 3 മുഖങ്ങളുണ്ട് എന്നതാണ്. ഇത് ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാരെ പ്രതിനിധീകരിക്കുന്നു. ഗൗതമ മഹർഷി ഇവിടെയാണ് തപസ് ചെയ്തിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരെ ഹനുമാന്റെ ജന്മസ്ഥലമായ ആഞ്ജനേരി പർവ്വതം സ്ഥിതി ചെയ്യുന്നു. അഘോരി നാഗസന്യാസികൾ ഏറ്റവും പവിത്രമായി ആരാധിക്കുന്ന ഇടം കൂടിയാണ് ഇത്. അടുത്തു തന്നെയുള്ള നീലപർവ്വതത്തിൽ ദത്താത്രേയ മഹർഷിക്കും നീലാംബികാ ദേവിക്കും ക്ഷേത്രങ്ങളുണ്ട്. 30 കിലോമീറ്റർ ദൂരെ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽ മാർഗം എത്തിപ്പെടാൻ എളുപ്പമാണ്. അടുത്തുള്ള വിമാനത്താവളം നാസിക് എയർപോർട്ടും മുംബൈ എയർപോർട്ടും. 11ാമത്തേത് കേദാർനാഥ് ക്ഷേത്രം. ചാർധാം യാത്രയിൽപ്പെട്ട ഈ ക്ഷേത്രവും വളരെ പ്രസിദ്ധവും പുരാതനവുമാണ്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ നിന്ന് 87 കിലോമീറ്റർ ദൂരെ ഹിമാലയ പർവ്വതനിരകൾക്കിടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 11,755 അടി ഉയരത്തിൽ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മന്ദാകിനി നദിയുടെ ഉറവിടമായ ചോരാബാരി ഗ്ലേഷ്യർ ഇതിനടുത്താണ്. ഈ ക്ഷേത്രത്തിന് മഹാഭാരത കാലത്തോളം പഴക്കമുണ്ട്. സ്കന്ദപുരാണത്തിൽ ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. ആദിശങ്കരാചാര്യരുടെ സമാധി സ്ഥലം ഇതിനടുത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതികഠിന ശൈത്യം കാരണം കൊല്ലത്തിൽ ഏപ്രിൽ മുതൽ നവംബർ വരെ മാത്രമേ ഇവിടെ തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളൂ. ബാക്കി സമയം ഗുപ്തകാശിയിലെ ഓങ്കാരേശ്വർ ക്ഷേത്രത്തിലാണ് പ്രതീകാത്മകമായ ആരാധന നടത്തുന്നത്. കർണാടകത്തിലെ പൂജാരിമാർ ഇവിടുത്തെ മുഖ്യ പൂജാരിമാരാണ്. 2013 പ്രളയത്തിൽ ക്ഷേത്രത്തെ സംരക്ഷിച്ച ഭീമശില ഭക്തർക്ക് അത്ഭുതം ജനിപ്പിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പിറകിൽ നിലകൊള്ളുന്നു. ഹരിദ്വാറിൽ നിന്ന് കേദാർനാഥിലേക്ക് തീർത്ഥാടന സീസണിൽ അനേകം പേർ തീർത്ഥയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഗൗരികുണ്ട് വരെയേ റോഡുള്ളൂ. 16 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം നടന്നു തന്നെ കയറണം. ഈ അടുത്ത് ഹെലികോപ്റ്റർ സർവീസും തുടങ്ങിയിട്ടുണ്ട്. അടുത്തുള്ള എയർപോർട്ട് ഡെറാഡൂണിലാണ്. റെയിൽവേ സ്റ്റേഷൻ ഹരിദ്വാറിലും ഋഷികേശിലും. ജ്യോതിർലിംഗങ്ങളിൽ 12ാമത്തേതും അവസാനത്തേതും ശ്രീ കൃഷ്ണേശ്വർ ക്ഷേത്രം. ഇത് മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്നു. പണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഔറംഗാബാദ് എന്നായിരുന്നു. ശിവപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഈ ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട്. ഖുഷ്മ എന്ന ശിവഭക്തയ്ക്ക് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മരിച്ച മകനെ പുനർജനിപ്പിച്ച സ്ഥലമാണ് ഇതെന്നാണ് ഐതിഹ്യം. ഖുഷ്മേശ്വർ ആണ് കൃഷ്ണേശ്വർ ആയതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. 13ാം നൂറ്റാണ്ടിൽ തകർക്കപ്പെട്ട ക്ഷേത്രം ശിവാജിയുടെ കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ടു. പ്രസിദ്ധമായ എല്ലോറ ഗുഹകൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഛത്രപതി സംഭാജി നഗർ. മൻമാഡ് ജംഗ്ഷനും അടുത്തു തന്നെയാണ്. ചിക്കൽത്താന എയർപോർട്ട് അടുത്തു തന്നെയാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതും സച്ചരിതങ്ങൾ കേൾക്കുന്നതും മൂലം കർമ്മദോഷ നിവാരണത്തിന് കഴിയുന്നു. ഈ 12 ക്ഷേത്രങ്ങളുടെ ചരിത്രം കേൾക്കാനിടയായ
എല്ലാവർക്കും ശിവഭഗവാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.